ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? മുംബൈ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നത് വലിയ കെട്ടിടങ്ങളും സിനിമയിലെ തിളക്കവും ഒക്കെയാണ്. എന്നാൽ ഈ മിന്നും വെളിച്ചങ്ങൾക്കെല്ലാം അപ്പുറം മുംബൈ നഗരത്തിന്റെ ശ്വാസമായി നിലകൊള്ളുന്ന മറ്റൊരു ലോകമുണ്ട്. അതാണ് ഈ ധാരാവി. ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി എന്ന് പേരുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത് കഠിനാധ്വാനികളായ ആയിരക്കണക്കിന് മനുഷ്യരുടെ ഒരു വലിയ വ്യവസായ നഗരമാണ്. ആധുനിക കാലത്തെ ഗൂഗിൾ മാപ്പ് പോലും പരാജയപ്പെടുന്ന രീതിയിലുള്ള ഇടുങ്ങിയ വഴികളും ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കുന്ന ആയിരക്കണക്കിന് വീടുകളും ധാരാവിയെ ഒരു നിഗൂഢ ലോകമാക്കി മാറ്റുന്നു. ആകാശത്തു നിന്ന് നോക്കിയാൽ നീല നിറത്തിലുള്ള ആസ്ബറ്റോർ ഷീറ്റുകൾ വിരിച്ച ഒരു കടൽ പോലെയാണ് ധാരാവി അനുഭവപ്പെടുക. പകൽ നട്ടുച്ചക്ക് പോലും സൂര്യപ്രകാശം മണ്ണിൽ വീഴാൻ മടിക്കുന്ന ഇടുങ്ങിയ ഇടനാഴുകളിലൂടെ നടക്കുമ്പോൾ ട്യൂബ് ലൈറ്റുകൾ മാത്രമാണ് വെളിച്ചം നൽകുന്നത്. ഈ കുരുക്കഴിക്കാൻ സാങ്കേതിക വിദ്യയേക്കാൾ കൂടുതൽ സഹായിക്കുക അവിടുത്തെ സഞ്ചരിക്കുന്ന ഗൂഗിൾ മാപ്പുകളായ പോസ്റ്റ്മാൻമാരും വർഷങ്ങളായി അവിടെ താമസിക്കുന്നവരുമാണ്. ധാരാവിലെ ജീവിതം പോലെ അവിടുത്തെ രുചികളും ഏറെ ലളിതമാണ്. വെറും 6 രൂപയ്ക്ക് ലഭിക്കുന്ന ചൂടുള്ള റൊട്ടിയും 40 രൂപയുടെ ചിക്കൻ കുറുമയും ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. പഞ്ചാബി ഹൗസ് എന്ന സിനിമയെ ഓർമ്മിപ്പിക്കുന്ന വലിയ തന്തൂരി അടുപ്പുകളിൽ തയ്യാറാക്കുന്ന ഈ വിഭവങ്ങൾ കഴിക്കാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്താറുണ്ട്. ആഡംബര ഹോട്ടലുകളിലെ ഭക്ഷണത്തെക്കാൾ വലിയ സംതൃപ്തിയാണ് ഈ ചെറിയ കടകൾ നൽകുന്നതെന്ന് പല സഞ്ചാരികളും സാക്ഷ്യപ്പെടുത്തുന്നു. മാത്രമല്ല, താമസ സ്ഥലം എന്നതിനപ്പുറം മുംബൈയുടെ സാമ്പത്തിക ചക്രത്തിന്റെ പ്രധാന കേന്ദ്രം കൂടിയാണ് ഇവിടം. കേക്ക് ബോർമകൾ മുതൽ തുകൽ വ്യവസായ യൂണിറ്റുകൾ വരെ നിറഞ്ഞ ഈ ഇടുങ്ങിയ മുറിക്കുള്ളിൽ പാട്ടുകൾ പാടി ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അതിജീവനത്തിന്റെ പോസിറ്റീവ് മുഖമാണ് നമുക്ക് കാട്ടിത്തരുന്നത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറിയവരുടെ വലിയൊരു നിര തന്നെ ധാരാവിയിലുണ്ട്. ഇവിടുത്തെ നൂറ്റാണ്ട് പഴക്കമുള്ള ഗണേശ ക്ഷേത്രങ്ങൾ ആ ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുന്നു. പുറം ലോകം അക്രമകാരികളുടെ താവളമെന്നും ദാരിദ്ര്യത്തിന്റെ കുപ്പത്തൊട്ടിയെന്നും മുദ്രകുത്തുമ്പോഴും സ്നേഹത്തോടെയും ഒത്തൊരുമയോടെയും എങ്ങനെ ജീവിക്കാമെന്ന് ധാരാവിയിലെ ഓരോ കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു.